പ്രിയ സഹോദരങ്ങളെ, മലങ്കര കത്തോലിക്ക സഭ അതിൻ്റെ മുഖവും സ്വരവുമായി തീരുന്നതിനു വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. നമ്മൾ ഈ രംഗത്ത് സ്വല്പം താമസിച്ചു പോയെങ്കിലും താമസിച്ചതാണ് ഒരിക്കലും തുടങ്ങാത്തതിനേക്കാൾ മെച്ചം എന്ന് പറയാറുണ്ടല്ലോ. ഗൂഗിൾ സെർച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ സെർച്ച് ചെയ്യുന്ന ഒരു സൈറ്റാണ് യൂട്യൂബ്. അതിനാൽ പ്രൊട്ടസ്റ്റന്റ് സഭകൾ അതിനെ വിളിക്കുന്നത് ഡിജിറ്റൽ മിഷൻ ഫീൽഡ് എന്നാണ്. പണ്ട് കാലത്ത് വിദൂരമായ രാജ്യങ്ങളിൽ മിഷണറിമാര് പോയി മിഷൻ പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ മുറിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ലോകത്തോട് സംവദിക്കാൻ സാധിക്കും, സുവിശേഷം അറിയിക്കാൻ സാധിക്കും. ഈ സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന കാലം എന്ന് പറയുന്നത് മനുഷ്യൻ വളരെയധികം അരക്ഷിതാവസ്ഥയിലൂടെ അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോവുകയാണ്. കോവിഡ് എന്ന മഹാമാരി മാത്രമല്ല, ജോലിയില്ല, ശമ്പളമില്ല, ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാവുന്നില്ല, സൺഡേ സ്കൂൾ നടത്തുന്നില്ല, പള്ളിയിൽ പോകുന്ന ശീലമൊക്കെ ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന ശീലമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. കുമ്പസാരവും കുർബാന സ്വീകരണവും ഒക്കെ വളരെ കുറഞ്ഞു. ഈ സമയത്ത് നമ്മൾ അനുദിനം കേൾക്കുന്ന ഒരു വാർത്ത ധാരാളം മനുഷ്യരെ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒരു വിശ്വാസം, ഒരു പ്രത്യാശ, ഒരു ഉറപ്പ് ആവശ്യമാണ്. ഇവിടെയാണ് സഭയുടെ പ്രസക്തി ആവശ്യമുള്ളത്. അവർക്ക് ജീവിതത്തെക്കുറിച്ച് പല ചോദ്യങ്ങളുണ്ട്, ബൈബിളിനെ കുറിച്ച് പല ചോദ്യങ്ങളുണ്ട്, സഭ പഠിപ്പിക്കുന്ന പല വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട്. പലർക്കും അതിനുള്ള അവസരം ലഭിക്കുന്നില്ല, പലർക്കും ചോദിക്കാനുള്ള ധൈര്യമില്ല. പല കാരണങ്ങളാൽ ഈ ചോദ്യങ്ങളെല്ലാം അവരുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. അതിനാൽ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഉത്തരം പറയുന്ന ഒരു വേദി ഉണ്ടാകേണ്ടതാണ്. സുവിശേഷ ധ്യാന പ്രസംഗങ്ങള്, പരിശുദ്ധ കുർബാന, അതുപോലെയുള്ള ഭക്തിപരമായ കാര്യങ്ങളോടൊപ്പം കുട്ടികൾക്കുള്ള പരിപാടികൾ, യുവജനങ്ങൾക്ക് അതുപോലെ മനഃശാസ്ത്രപരമായ പരിപാടികൾ, നമ്മുടെ സഭയിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തുക, കലാകാരന്മാരെ പരിചയപ്പെടുത്തുക, സഭയ്ക്ക് വലിയ സേവനങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തുക, ആദർശപരമായ കുടുംബജീവിതം നയിക്കുന്ന കുടുംബങ്ങളെ പരിചയപ്പെടുത്തുക. അങ്ങനെ പല രൂപത്തിൽ ഈ ചാനല് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ വിഷമസന്ധിയിൽ നമുക്ക് ലോകത്തോട് സംവദിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട മീഡിയം എന്ന നിലയിൽ നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ തലയിൽ മലയാളിത്തം കയറിക്കൂടിയിരിക്കുകയാണ്. നമ്മുടെ മലയാളികളെ പോലെ ചിന്തിക്കുകയും മലയാളികളെ പോലെ സംസാരിക്കുകയും നമ്മുടെ ഒരു പ്രത്യേകമായ ഒരു തോട്ട് പാറ്റേൺ ഉണ്ട്. ഇന്ന് മലങ്കര കത്തോലിക്ക സഭ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇന്ന് വികസിച്ച് വലുതായിരിക്കുന്ന അവസരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ മലയാളം സംസാരിക്കാത്തവർ ധാരാളമുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മലയാളത്തോട് വെറുപ്പുള്ളവരുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഭാഷയോടും സംസ്കാരത്തോടുമുള്ള ഒരു ബഹുമാനമില്ലാതെ അവരോട് സുവിശേഷം നമുക്ക് അറിയിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ മലയാളം തീർച്ചയായിട്ടും വേണം. അതോടൊപ്പം
മറ്റ് പല ഭാഷകളിലുള്ള പരിപാടികളും മിഷൻ പ്രവർത്തനത്തിന് ആവശ്യമാണ്. ഈ സംരംഭം ഏറ്റെടുക്കുന്ന ഇതിന്റെ ചുമതലപ്പെട്ടവരെ ഞാൻ പ്രത്യേകമായി അനുമോദിക്കുന്നു. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.